നമസ്കാരം. ഇറാനിലെ മതഭരണകൂടം നടത്തുന്ന സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരെ കാലങ്ങളായി പലപ്പോഴും സ്ത്രീകൾ തന്നെ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തുന്നതാണ് അവരുടെ രീതി. 1979 ഇറാനിലെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് ശേഷം നിലവിൽ വന്ന മതഭരണകൂടമാണ് ഇപ്പോൾ എല്ലാ മതനിയമങ്ങളനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതനുസരിച്ച് സ്ത്രീകൾക്ക് അവിടെ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. സ്ത്രീകളെല്ലാം തന്നെ ഹിജാബ് അഥവാ മുഖാവരണം ധരിച്ച് വേണം പൊതുവേദിയിലെത്താൻ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ എന്നാണ് ഇവരുടെ ആജ്ഞ. ഇത് ധിക്കരിക്കുന്നവർക്ക് നേരെ അതിക്രൂരമായ ശിക്ഷാമുറകളാണ് അവിടെ നടപ്പിലാക്കുന്നത്. ഇതിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രദ്ധേയമായിരിക്കുന്നത് ഇറാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരത്തിൽ നടന്ന ഒരു പ്രതിഷേധമാണ്. മഷാദിലാണ് ഈ ഒരു പ്രതിഷേധം നടന്നത്. പൂർണ്ണ നഗ്നയായ ഒരു യുവതി പോലീസ് വാഹനത്തിൻ്റെ ബോണറ്റിൽ കയറി നിന്നാണ് പ്രതിഷേധിച്ചത്. അവർ പോലീസിനെ പലവട്ടം വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ പോലീസ് വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ കയറി നിന്നുകൊണ്ടും അവർ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ ഇവരെ വാഹനത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോലീസിൻ്റെ നീക്കമെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു. ഈ പോലീസ് വാഹനത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആയുധം എടുത്തുകൊണ്ടുവന്ന് അവരെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കങ്ങളും പരാജയപ്പെടുകയായിരുന്നു. ഈ സ്ത്രീയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും തന്നെ ഇനിയും ലഭ്യമായിട്ടില്ല. മാത്രമല്ല, ഇവർ നഗ്നയായിരുന്നത് കൊണ്ട് തന്നെ ഇവരെ പിടികൂടി അറസ്റ്റ് ചെയ്യുന്ന കാര്യം പോലീസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യവുമായിരുന്നു. ഏതായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. ഇറാനിലെ മതഭരണകൂടം സ്ത്രീകളെ എത്ര ക്രൂരമായിട്ടാണ് അടിച്ചമർത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രതീകം തന്നെയായിരുന്നു ഇന്നലെ നടന്ന പ്രതിഷേധം. കുറേ നാൾ മുമ്പ് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സർവകലാശാലയിൽ ഒരു പെൺകുട്ടി അർദ്ധനഗ്നയായി സർവകലാശാല ക്യാമ്പസിനുള്ളിലൂടെ നടന്ന് പ്രതിഷേധിച്ചിരുന്നു. അന്ന് പോലീസ് ചെയ്തത് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും മറ്റും പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ ഒടുവിൽ ആ പെൺകുട്ടിയെ അവർ വിട്ടയക്കുകയായിരുന്നു. പക്ഷേ എത്ര ക്രൂരമായിട്ടാണ് അവർ തല്ലിച്ചതച്ചത് എന്ന് അവരെ പിടിച്ചുകൊണ്ടുപോയ പോലീസ് വാഹനത്തിലെ ചോരക്കറയിൽ നിന്ന് തന്നെ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇറാനിൽ വനിതകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട മതഭരണകൂടത്തിൻ്റെ ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾക്കെതിരെയാണ് ഈ യുവതികളെല്ലാം തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1979 മുമ്പ് അങ്ങേയറ്റം പുരോഗമനപരമായ രീതിയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഇറാനിലേത്. പെൺകുട്ടികൾ അന്ന് തന്നെ പാശ്ചാത്യ വസ്ത്രങ്ങൾ ധരിക്കുകയും പാശ്ചാത്യ രീതിയിലൊക്കെ തന്നെ ജീവിക്കുകയൊക്കെ ചെയ്തിരുന്ന, ലോകത്തെ ഏറ്റവും മികച്ച സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന, അങ്ങനെ ഏറ്റവും വിപ്ലവകരമായ കാര്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യത്താണ് 1979 ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് മതഭരണകൂടം അധികാരമേറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ. ഇവരുടെ മതനിയമങ്ങൾക്കെതിരെ പ്രതികരിച്ച സ്ത്രീകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ പോലും അവിടെ ഉണ്ടായിട്ടുണ്ട്. 2022 ഹിജാബിനെതിരെ പ്രതിഷേധിച്ച മഹസ അമീനി എന്ന വിദ്യാർത്ഥിനിയെ 2022 ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നതിനിടെ പോലീസ് കൊലപ്പെടുത്തിയ സംഭവം ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ട്രാമിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു യുവതി മുഖാവരണം ധരിച്ചില്ല എന്ന കാരണത്താൽ അവർ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും പിന്നീട് അവർ മരിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇറാൻ ഇതൊന്നും കണ്ട് അവരുടെ നിലപാടുകൾ മാറ്റുന്നില്ല എന്ന് തന്നെയാണ്. ലോകത്തെ ഏറ്റവും അധികം ആളുകളെ ഓരോ വർഷവും തൂക്കിക്കൊല്ലുന്ന രാജ്യങ്ങളിലും ഒന്ന് ഇറാനാണ്. അതിക്രൂരമായ രീതിയിലാണ് അവിടെയും ആളുകളെ തൂക്കിക്കൊല്ലുന്നത്. സാധാരണ തൂക്കുമരങ്ങൾക്ക് പകരം ക്രെയിനുകളിൽ കെട്ടിത്തൂക്കി ഇഞ്ചിഞ്ചായി ആളുകളെ കൊല്ലുന്ന രീതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. എന്നാൽ ഇറാൻ ഭരണകൂടം ഇപ്പോൾ ഭയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു പക്ഷേ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുൾപ്പെടെ ആ നാട്ടിലെ ജനങ്ങളെല്ലാവരും ചേർന്ന് തങ്ങൾക്ക് നേരെ ഇളകി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ പിന്നെ മതഭരണകൂടത്തിന് നിൽക്കക്കളി ഇല്ലാതാകുമെന്നും ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ മുന്നേറ്റത്തിന് സഹായം നൽകിയാൽ പിന്നെ തങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്നും നന്നായിട്ട് ഇറാനിലെ മതഭരണകൂടത്തിന് അറിയാം. ഒരുപക്ഷെ അതുകൊണ്ട് കൂടി തന്നെയായിരിക്കാം ഈയിടെയായി ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെ ഇവർ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങൾ കുറവാണ്. എങ്കിലും കഴിഞ്ഞ ദിവസം ഈ യുവതി നഗ്നയായിട്ട് തന്നെ നടത്തിയ ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ശരിക്കും ഇറാനിലെ സ്ത്രീകളുടെ പ്രതിഷേധത്തിൻ്റെ പ്രതീകം തന്നെയായി മാറുകയാണ് ഈ അജ്ഞാതയായ യുവതി.